ഹലോ, ഇന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ രാവിലെ മടിയുള്ളവർക്കും സമയമില്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് റവ വെച്ചാണ്. അപ്പോൾ റവയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ റവ എടുക്കുമ്പോൾ വറുത്ത റവയോ അതല്ലെങ്കിൽ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ അടുത്തായിട്ട് ചേർക്കുന്നത് ചിരകിയ തേങ്ങയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയിലേക്ക് 1/2 കപ്പ് എന്ന കണക്കിലാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ റവയിൽ മാറ്റം വരുത്തുമ്പോൾ അതിനനുസരിച്ചിട്ട് ചിരകിയ തേങ്ങയിലും മാറ്റം വരുത്തുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെറുതായത് കൊണ്ട് ഒരു 5-6 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2-3 ഫ്ലേവറിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ഈ റവയുടെയും തേങ്ങയുടെയും ഒപ്പം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ്. നമുക്ക് സാധാ ദോശ ഇഡ്ഡലിക്കൊക്കെ ഉള്ള ആ മാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ മാവ് ഒരുപാട് കട്ടിയായെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പം ചുട്ടെടുക്കാനുള്ള പാൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് അയൺ തവ ആയതുകൊണ്ടാണ് ഇതിലേക്ക് ഓയിൽ ചേർത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്കിതിലേക്ക് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം തുറന്നു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. അധിക സമയമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് മതി ഓരോ അപ്പം റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് ഈ ചട്ടകം വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്ക് ചെയ്ത് കിട്ടും. 2 വശവും ഒന്ന് ചെറുതായിട്ട് ആ ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചിട്ടും അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇതിപ്പോൾ രാവിലെ മാത്രം എന്നല്ല, നമുക്ക് വേണമെങ്കിൽ ഡിന്നറായിട്ടും ഇത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ചിക്കൻ കറിയുടെ കൂടെ അതുപോലെ മീൻ കറിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്